കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിന് തീപിടിച്ച് 28-കാരിയായ ഗർഭിണി സോന മരിച്ച സംഭവം കേവലം ഒരു അപകടമരണമല്ല ഇതെന്ന് അടിവരയിടുകയാണ് പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ. ഫോറൻസിക് റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ ഈ മരണത്തിന് പിന്നിലെ ദുരൂഹതകളുടെ ചുരുൾ അഴിയാൻ പോവുകയാണ്. സാധാരണ ഒരു വണ്ടിക്ക് തീപിടിക്കുമ്പോൾ നമ്മൾ കേൾക്കാറുള്ള കാരണങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. പെട്രോൾ ടാങ്കിന് ചോർച്ചയില്ല, എഞ്ചിനും AC സംവിധാനവും പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് പ്രാഥമിക ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ കാറിനുള്ളിൽ തീ പടർന്നത്? അവിടെയാണ് ചോദ്യങ്ങൾ ബാക്കിയാവുന്നത്. എഞ്ചിനിലോ പെട്രോൾ ടാങ്കിലോ ഇല്ലാത്ത തീ കാറിൻ്റെ പിൻസീറ്റിൽ മാത്രം എങ്ങനെ പടർന്നു പിടിച്ചു? പിൻസീറ്റിലിരുന്ന് ഒരു 9 മാസം ഗർഭിണിയായ പെൺകുട്ടി വെന്തു മരിക്കുമ്പോൾ മുൻസീറ്റിലുണ്ടായിരുന്ന ഭർത്താവ് റജിൻലാൽ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ എങ്ങനെ രക്ഷപ്പെട്ടു? ഇവിടെയാണ് സാമാന്യ യുക്തിക്ക് നിരക്കാത്ത മറ്റൊരു വലിയ ദുരൂഹത ഉയരുന്നത്. സാധാരണയായി ഭർത്താവ് വണ്ടിയോടിക്കുമ്പോൾ ഭാര്യ മുൻസീറ്റിലാണ് ഇരിക്കാറുള്ളത്. പ്രത്യേകിച്ച് 9 മാസം ഗർഭിണിയായ ഏറെ പരിചരണവും ശ്രദ്ധയും വേണ്ട ഒരു ഭാര്യയെ എന്തിനാണ് ഭർത്താവ് കാറിൻ്റെ പുറകിലെ സീറ്റിൽ ഇരുത്തിയത്? ഈ ഒരു ചോദ്യം ഏതൊരു സാധാരണക്കാരനെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. അപകടം നടക്കുമ്പോൾ കാറിൻ്റെ ഡോറുകൾ ലോക്കായിരുന്നുവെന്നും ബെൽറ്റ് ഇട്ടിരുന്നതിനാൽ സോനയ്ക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ലെന്നുമാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പിൻസീറ്റിൽ മാത്രം തീ പടർന്നതും ഡ്രൈവറായ ഭർത്താവ് പെട്ടെന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടിയതും ഗർഭിണിയായ ഭാര്യ അകത്തു കുടുങ്ങിയതുമെല്ലാം കടുത്ത സംശയങ്ങൾക്ക് ഇട നൽകുന്നു. സോനയുടെയും റജിൻലാലിൻ്റെയും പ്രണയ വിവാഹമായിരുന്നു. എന്നാൽ വിവാഹശേഷം ഇരുവരും തമ്മിൽ ഭർത്തൃവീട്ടിലും കടുത്ത കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായി സോന തങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു. ഇതാണ് ഇപ്പോൾ സോനയുടെ കുടുംബത്തെ പേരാമ്പ്ര പോലീസിൽ പരാതി നൽകാൻ പ്രേരിപ്പിച്ചത്. പെട്രോൾ ചോർച്ചയോ ഷോർട്ട് സർക്യൂട്ടോ സംഭവിച്ചിട്ടില്ലെങ്കിൽ കാറിൻ്റെ പിൻഭാഗത്ത് മാത്രം തീ പടർന്നത് എങ്ങനെയെന്ന് വിശദമായി അന്വേഷിക്കണമെന്നാണ് വീട്ടുകാരുടെ പ്രധാന ആവശ്യം. നിലവിൽ ഫോറൻസിക് സംഘവും അഗ്നിശമന സേനയും പോലീസും സംയുക്തമായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതൊരു അപകടമരണമല്ല, മറിച്ച് ആസൂത്രിതമായ കൊലപാതകമാണെന്ന് തെളിഞ്ഞാൽ പ്രതിക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ നൽകണം. ഒരു ഗർഭിണിയെയും അവരുടെ വയറ്റിലെ കുഞ്ഞിനെയും ഇല്ലാതാക്കിയ ഈ ക്രൂരതയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ മാപ്പില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. സത്യം എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരണം. സോനയ്ക്കും ആ അനാഥമായ കുഞ്ഞിനും നീതി ലഭിക്കണം.